ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വാട്സാപ്പ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറയുന്നത്. അപ്പോൾ നേരെ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ട്രിക്ക് എന്ന് വെച്ചാൽ ഒരു ബ്രോഡ്കാസ്റ്റ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു മെസ്സേജ് ലൈക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് എല്ലാവർക്കും അയക്കാനായിട്ട് ഫോർവേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് കാണിക്കും ഇതുപോലെ യു ക്യാൻ ഓൺലി ഷെയർ അപ്പ് ടു 5 ചാറ്റ്. അപ്പോൾ ഇത് ഇല്ലാതെ തന്നെ എങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ നിങ്ങൾ വാട്സാപ്പ് എടുക്കണം. വാട്സാപ്പിൽ ആ മേളിലത്തെ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനുണ്ട്, അതൊന്ന് ഞെക്കുക. അത് ഞെക്കുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റ് കാണിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ആർക്കൊക്കെയാണ് ആ മെസ്സേജ് അയക്കേണ്ടത് എല്ലാവരുടെയും നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം ഇത് സെലക്ട് ചെയ്യുമ്പോൾ മിനിമം 2 പേരെങ്കിലും വേണം. ഇപ്പോൾ ഇതാ ഞാൻ ചെയ്തു. എന്നിട്ട് അവിടെയുള്ള ടിക്ക് മാർക്ക് ഞെക്കുക. ടിക്ക് മാർക്ക് ഞെക്കുമ്പോൾ നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റിൽ നിങ്ങൾക്കിപ്പോൾ ഗുഡ് മോർണിംഗ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ മെസ്സേജ് നിങ്ങൾ ആരൊക്കെയാണോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും ഈ മെസ്സേജ് സെൻഡ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മെസ്സേജ് ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ട്രിക്കിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മെസ്സേജ് പല ഫോണ്ടിൽ എങ്ങനെ അയക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ടൈപ്പിങ്ങിൻ്റെ അവിടെ വന്നിട്ട് ഫസ്റ്റ് ബോൾഡ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നമ്പേഴ്സിൻ്റെ സെക്ഷനിൽ പോകുമ്പോൾ അവിടെ സ്റ്റാർ ഞെക്കുക. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. ഒന്നും കൂടെ സ്റ്റാർ വെക്കുക. ഇപ്പോൾ ഇത് നമുക്ക് ബോൾഡ് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഉടനെ തന്നെ തൊട്ടടുത്ത് തന്നെ അടുത്ത നമ്പർ അടിക്കൽ ബോൾഡ് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പേസ് വിട്ടിട്ട് വേണം നെക്സ്റ്റ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ. ഇപ്പോൾ ഇതാ ബോൾഡായിട്ട് പോയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇറ്റാലിക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ നമ്പേഴ്സിൻ്റെ അവിടെ പോയിട്ട് അണ്ടർസ്കോർ ഞെക്കുക. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. വീണ്ടും നിങ്ങൾ പോയിട്ട് അണ്ടർസ്കോർ ഞെക്കുക. ഇതാ ഇറ്റാലിക്കുമായി. പിന്നെ നമുക്കെങ്ങനെ ഒരു സ്ട്രൈക്ക് നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങനെ സ്ട്രൈക്ക് വരുത്താൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നമ്പേഴ്സിൻ്റെ അവിടെ തന്നെ വീണ്ടും പോയിട്ട് അവിടെ ഒരു സിഗ്സാഗ് പോലത്തെ ഒരു സിമ്പലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. വീണ്ടും സെയിം സിമ്പിൾ തന്നെ പോയി ക്ലിക്ക് ചെയ്യുക, സെൻഡ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ അത് നമുക്ക് സ്ട്രൈക്കും വന്നു. ഇനി നമുക്ക് ബോൾഡും ഇറ്റാലിക്കും ഒരുമിച്ച് എങ്ങനെ സെൻഡ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ കീബോർഡിൻ്റെ പോയിട്ട് നമ്പേഴ്സിൻ്റെ അവിടെ സ്റ്റാർ ഞെക്കുക. എന്നിട്ട് നമ്മൾ ഇറ്റാലിക്കിന് വേണ്ടി യൂസ് ചെയ്ത് അണ്ടർസ്കോർ സിമ്പിൾ ഞെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക. വീണ്ടും അണ്ടർസ്കോർ ഞെക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റാർ ഞെക്കുക. അപ്പോൾ ഇതാ ബോൾഡ് ആൻഡ് ഇറ്റാലിക് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് യാതൊരു ആപ്പ് പോലും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഫോണിലെ സ്റ്റോറേജ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് വാട്സാപ്പ് ചാറ്റിലെ മീഡിയയും ഫയൽസും. അപ്പോൾ ഏത് ചാറ്റിലാണ് കൂടുതൽ സ്റ്റോറേജ് പോയിട്ടുള്ളതെന്നും എങ്ങനെ അതിനെയൊക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായി നിങ്ങൾ 3 ഡോട്ട്സ് നിൽക്കുക. അതിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്ന് കാണാം. അതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസേജ് സെക്ഷനിൽ സ്റ്റോറേജ് യൂസേജ് ആൻഡ് നെറ്റ്വർക്ക് യൂസേജ് കാണാം. അതിൽ നിങ്ങൾ ആ സ്റ്റോറേജ് യൂസേജ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ ചാറ്റായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഓരോ ചാറ്റിൽ നിങ്ങളുടെ എത്ര GB അല്ലെ MB ആണ് അത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാം. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് എടുത്തു. അതിൻ്റെ അകത്ത് കാണാം ഫോട്ടോസ് 52 MB എടുത്തു. അങ്ങനെ ഓരോന്നിൻ്റെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്രീ സ്പേസ് ഞെക്കിയാൽ അതെല്ലാം റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ഗുഡ് ബൈ.